നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എൻ്റെ ഡിവിഷനിൽ, പ്രത്യേകിച്ച് എൻ്റെ ഡിവിഷനിലേക്ക് ഈ സ്കൂളിനെ പറിച്ചു നട്ടപ്പോൾ ഇവിടെ നല്ല സൗകര്യത്തോടു കൂടി നല്ല ഒരു സ്കൂൾ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ ഇവിടെ സാധിച്ചു എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ രക്ഷിതാക്കൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നല്ല ഒരു സ്കൂളുകളിലേക്ക് മക്കളെ പഠിപ്പിക്കാൻ അയക്കണമെന്നുള്ളതാണ്. ആ ഒരു വാഹന ഗതാഗത കുരുക്കിൽ നിന്ന് ആ സ്കൂളിനെ ഇങ്ങോട്ടേക്ക് മാറ്റിയപ്പോൾ ഇവിടെ നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ, അന്തരീക്ഷമുള്ള ഒരു സ്ഥലത്തേക്ക് വരാൻ സാധിച്ചു എന്നുള്ളത് ഒരു വടക്കൻ പ്രണയപർവ്വം ഉൾപ്പെടെ നിരവധി സിനിമകളിലൂടെ അദ്ദേഹത്തെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. നായക വേഷങ്ങളിൽ ഇനിയും ഒരുപാട് അദ്ദേഹം ചെയ്യാനിരിക്കുന്നു. എന്തായാലും ശ്രീ സൂരജ് സണ്ണിൻ്റെ വാക്കുകളിലേക്ക്. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. കാരണം ഞാൻ ഈ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് ലൊക്കേഷൻ വെച്ചത് ചിങ്ങനിപ്പേടി ആദ്യത്തെ യു പി സ്കൂൾ അതിൻ്റെ മുന്നിലായിരുന്നു എത്തിയത്. അപ്പോൾ ഞാൻ പുതിയ ലൊക്കേഷനിലല്ല എത്തിയത്. അപ്പോൾ ആ സ്കൂള് കാണുമ്പോൾ അറിയാം, നമ്മുടെ ഒരുപാട് ഓർമ്മകൾ പിറകോട്ട് എത്തിക്കുന്ന ഒരു ഭംഗിയുള്ള ഒരു പ്രതിമ കൊണ്ടുവച്ച പോലത്തെ ഒരു ഫീലായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ 150 വർഷം അല്ലെ 150 വർഷത്തെ പാരമ്പര്യമുള്ള സ്കൂള് ഇത്രയും നല്ല ഒരു വലിയ കെട്ടിടത്തിലേക്ക് മാറ്റി ആ ഒരു പാരമ്പര്യം നശിപ്പിക്കാതെ നിന്നതിന് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരും. കാരണം ഇന്ന് സ്കൂളുകൾ വാർഷികാഘോഷ പരിപാടിക്ക് ഞാൻ ഒരുപാട് പോയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പം കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരും, സ്കൂളുകൾക്ക് അപ്ഡേഷൻസ് ഇല്ലാത്ത അവസ്ഥ വരും, ചിലപ്പം അത് നശിച്ചു പോകുന്ന അവസ്ഥ വരും. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും സ്കൂളിൻ്റെ നാശം സംഭവിക്കരുതെന്ന് വെച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. സ്കൂളുകൾക്ക് അപ്ഡേഷൻ ആവശ്യമാണ്. കുട്ടികൾ ഇന്ന് ഓരോ ദിവസവും ഓരോ തരത്തിൽ അപ്ഡേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ നാട് പോകുന്നതിനനുസരിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസ രീതി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ കെട്ടിടം കാണുമ്പോൾ നമുക്കൊരു ഉറപ്പുണ്ട്, രക്ഷിതാക്കൾക്ക് നമ്മുടെ കുട്ടീനെ ഇവിടെ വിട്ടു കഴിഞ്ഞാൽ ഈ ചുറ്റുമതിൻ്റെ ഉള്ളിൽ അവർ സേഫാണ്. പുതിയ ടെക്നോളജികൾക്കനുസരിച്ചിട്ട് മാറാൻ നമ്മുടെ ഈ ചിങ്ങനിപ്പടി സ്കൂളിന് സാധിച്ചിട്ടുണ്ട് എന്ന്. കാരണം ആ സ്കൂളിൽ നിന്ന് ഈ സ്കൂളിലേക്ക്, അപ്പോൾ ഈ 150 വർഷത്തെ ഈ പാരമ്പര്യത്തിനിടയിൽ എത്രയോ ആൾക്കാർ ഇവിടെ പഠിച്ച് പല മേഖലകളിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കുക എന്ന് വെച്ചാൽ ആ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായി ഇവിടെ പഠിക്കാൻ പറ്റുക എന്നത് തന്നെ ഒരു വലിയ കാര്യമായി ഞാൻ കാണുന്നു. അതിൻ്റെ ഒരു വാർഷികത്തിൻ്റെ ഭാഗമാകുക, അല്ലെങ്കിൽ വാർഷികത്തിന് ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് സാധിക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭാഗ്യമായി കാണുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പം എല്ലാ വേദികളിലും ഈ തിരക്കുള്ള ഈ വേദികളിൽ ഒരു നിമിഷം ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളിപ്പം ഇവിടെ നിന്ന സമയത്ത് നമുക്ക് കുടിക്കാൻ തന്ന വെള്ളം അത് ഇളനീരാണ്. അവിടെ മുതലേ തുടങ്ങാം. കാരണം കലക്കി നമ്മൾ പലതരം കെമിക്കലുകൾ ചേർത്ത് കലക്കിയ വെള്ളത്തിന് പകരം നല്ലൊരു ഇളനീര് തന്ന പോലെ തന്നെ നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഇപ്പം അറിയാം, ലഹരിയുടെ ഒരു പിടിയിലാണ് നമ്മൾ. ഒറ്റ വാക്കിൽ പറയാം, നമ്മുടെ ഇന്ത്യയെ നശിപ്പിക്കാൻ, ഇന്ത്യയുടെ കെട്ടുറപ്പ് നശിപ്പിക്കാൻ മറ്റൊന്നിനും സാധിക്കില്ല എന്നതിൻ്റെ ഉറപ്പ് പുറത്തുള്ള ആൾക്കാർക്കറിയാം. അതിന് നശിപ്പിക്കാൻ ആകെ പറ്റുന്നത് എന്താ? കുട്ടികളിലേക്ക് ലഹരി ഇഞ്ചക്ട് ചെയ്യാൻ. പുതിയ തലമുറയിൽ നല്ല പട്ടാളക്കാരില്ലാതിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ നാടിനെ സംരക്ഷിക്കുന്ന ആൾക്കാരുടെ ബ്രെയിൻ ഇല്ലാതിരിക്കും. അങ്ങനെ നശിപ്പിക്കണേ, നമ്മൾ ഇന്ത്യയെ നശിപ്പിക്കണമെങ്കിൽ അങ്ങനെ പറ്റും. ആ നാശം അത് പ്രതീക്ഷിക്കുന്നവർക്ക് നമ്മൾ തിരിച്ചടി കൊടുക്കേണ്ടത് ലഹരി മുഴുവനായി നമ്മളിൽ നിന്ന് നശിപ്പിക്കുക. നമ്മൾ പറഞ്ഞ ഈ തുടക്കം, അത് എനിക്ക് തോന്നുന്ന ഓരോ തവണയും നമ്മൾ ഈ ലഹരിയെക്കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെ ഒരുപാട് കേട്ടതെന്ന് പറയും. പക്ഷെ സത്യമല്ലേ, ഇന്നത്തെ കുട്ടികളുടെ ചിന്താഗതി ഷോർട്ട് ടെമ്പേർഡാകുന്ന കുട്ടികൾ ഈ ലഹരിയുടെ പേരിൽ നമ്മൾ എല്ലാ ദിവസവും ന്യൂസിലൊക്കെ കാണുന്ന വാർത്തകൾ, അമ്മയെ കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു, ഇങ്ങനെയുള്ള ന്യൂസുകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾ നാളെ, ഞാനടക്കമുള്ള തലമുറയിൽ
കുട്ടികൾ നാളെ മുന്നോട്ട് പോകുമ്പോൾ ഈ ലഹരിയുടെ പിടിയിൽ അകപ്പെടുമ്പോൾ നാളെ നമ്മുടെ ഇന്ത്യയെ കാത്തു സൂക്ഷിക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. അത് ഏറ്റവും കാരണം ഒരു യുദ്ധത്തിലൂടെ ഇന്ത്യയെ തോൽപ്പിക്കാൻ പറ്റില്ല, ഇന്ത്യയുടെ കരുത്ത് അത്രയുണ്ടെന്നുള്ള കാര്യം അറിയാം. പക്ഷെ നാളെ ഒരു സോൾജർ ഇല്ലാതിരിക്കണമെങ്കിൽ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് ലഹരി കൊടുത്ത് അവരെ നാളെ ആ ഒരു പൊസിഷനിൽ എത്തിക്കാതെ നിന്ന് കഴിഞ്ഞാൽ നാളെ ആ ഒരു ഭാഗം ഇല്ലാതാവും. അതാണ് ലക്ഷ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്നു മുതൽ എല്ലാവരും ചെറിയ കാര്യങ്ങൾക്ക് പോലും വിട്ടുവീഴ്ചയില്ലാതെ മാക്സിമം ലഹരിയുടെ ഒരംശം നമ്മുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തോ ഇല്ലാതെയാക്കാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പരിശ്രമിക്കണമെന്ന് എൻ്റെ അഭ്യർത്ഥന. കുട്ടികളിൽ ഒരു കാര്യം കൂടെ, നമ്മൾ കുട്ടികളുടെ പഠനത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതുപോലെ തന്നെയാണ് കുട്ടികളുടെ സ്വഭാവ രീതിയും അവരുടെ ഭക്ഷണക്രമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പ്ലാസ്റ്റിക് ഈ സാധനങ്ങൾ ഒഴിവാക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കേണ്ട സാധനമാണ് നമ്മുടെ ഈ പാക്കറ്റ് ഫുഡുകൾ. നമ്മൾ സാധാരണ പണ്ടത്തെ രീതിയിലുള്ള ഭക്ഷണങ്ങളൊന്നും ഇപ്പോൾ ആരും കഴിക്കുന്നില്ല. നല്ല ബുദ്ധി നല്ല ചിന്താഗതിയൊക്കെ വരണമെങ്കിൽ നമ്മൾ സാധാരണ രീതിയിലേക്ക്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇളനീരിൻ്റെ വെള്ളം കുടിച്ചപ്പോൾ എനിക്ക് തോന്നിയ ആദ്യത്തെ കാര്യം അതാ, നമ്മൾ എല്ലാ സ്ഥലത്തും കിട്ടുന്ന എന്തായിരിക്കും, നമുക്ക് അധികം ജ്യൂസ് അല്ലെങ്കിൽ കലക്കിയ പരിപാടികളൊക്കെ കിട്ടും. കൂടുതൽ തന്നപ്പോൾ ആ ഒരു ക്വാളിറ്റി ഈ സ്കൂളിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ ആവട്ടെ നമ്മുടെ കുട്ടികൾ. കാരണം നമുക്ക് നമ്മുടെ ഇന്ത്യയെ കാത്തുസൂക്ഷിക്കാൻ നാളെ വലിയ തലമുറകളിൽ നല്ല ഉശിരുള്ള തൻ്റെ ഇടമുള്ള നല്ല കുട്ടികൾ നമുക്ക് വേണം. അതുകൊണ്ട് ആ ഒരു കാര്യം കൂടെ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. കൂടുതൽ സമയം കളയുന്നില്ല. എങ്കിലും എന്നെക്കുറിച്ച് രണ്ട് വാക്ക് പറയാം. ഞാൻ സീരിയലിലൊക്കെ വന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ 6ഓളം സിനിമകളിൽ ഹീറോയായി അഭിനയിച്ചു. കഴിഞ്ഞ വർഷം ഒരു സിനിമ റിലീസായി, ഒരു മൃദുഭാവേ ദൃഗത്തി എന്നുള്ള സിനിമ. ഇപ്പോൾ നമ്മുടെ കണ്ണൂരിൽ തന്നെയുള്ളൊരു ആളുടെയാണ് സിനിമ. ഇപ്പോൾ കണ്ണൂർ ചെമ്പിലോട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തുള്ള ആളുടെയാണ്, വിജയ് ചെമ്പിലോട് എന്ന് പറഞ്ഞ ആൾ ഡയറക്റ്റ് ചെയ്ത, കണ്ണൂരിൽ തന്നെ SN കോളേജിൽ ഷൂട്ട് ചെയ്ത ഒരു വടക്കൻ പ്രണയപർവം എന്ന സിനിമ, ഒരു ക്യാമ്പസ് മൂവിയുണ്ട്. അതിൽ ഞാൻ ഹീറോ ആയിട്ടാണ് അഭിനയിക്കുന്നത്. ഈ വെക്കേഷൻ സ്വാധീനിക്കുന്നു, പല രീതിയിൽ മോശം രീതിയിലേക്ക് എത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ല. അങ്ങനെയുള്ള ഒരു സാധനവും ഇല്ലാതൊരു നല്ല സിനിമയാണ്, ക്യാമ്പസ് മൂവിയാണ്. എല്ലാവരും ഒരു തവണ പോയി കാണാം. കോളേജ് നമ്മൾ പഴയകാല കോളേജിലേക്കൊക്കെ ഒന്ന് പോയൊരു ഫീൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ എന്തായാലും എന്നെ ഈ ഒരു പരിപാടിയിൽ ക്ഷണിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ആൾക്കാരോടുകൂടെ എനിക്ക് വേദി പങ്കിടാൻ സാധിച്ചതിൽ ഞാൻ ഈ സ്കൂളിലെ എല്ലാ മാനേജ്മെൻറ്റോടും നന്ദി പറയുന്നു. ഏതായാലും ഈ പരിപാടി വാർഷികാഘോഷ പരിപാടി എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഈ കെട്ടുറപ്പ് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സപ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ട് ഈ സ്കൂളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത് ഇവിടുത്തെ ഓരോ കാര്യങ്ങളിലും എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചു. ആ ഒരു കെട്ടുറപ്പ് മാത്രം മതി. നമ്മുടെ ഇന്ത്യയെ പിടിച്ചു നിർത്താൻ നമ്മൾ ഓരോരുത്തരും ലഹരിയിൽ നിന്ന് മാറി നമ്മളെ ഇന്ത്യ എന്ന് പറയുമ്പം ആ രോമാഞ്ചം വരുന്നൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടം ഇപ്പം പോയിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ സ്കൂളിൽ പോയപ്പോൾ ആ പരിപാടി കഴിഞ്ഞിട്ട് ജനഗണ ചൊല്ലുമ്പോൾ കുട്ടികൾ ഓടുക. അപ്പം ഞാൻ വിചാരിക്കുന്നു ആ സ്കൂളിൽ അങ്ങനെ പാടില്ല. ജനഗണ മന കഴിയുന്നവരെ കുട്ടികൾ ആ നിന്നതിന് ശേഷം ബെല്ലടിച്ചിട്ടേ പോകും. ജനഗണ അങ്ങനെ ചൊല്ലുക, കുട്ടികൾ ഇറങ്ങി ബസ്സിൽ കയറുക. അപ്പം ഞാൻ അവിടുത്തെ നോട്ട് ചെയ്തു, അവിടുത്തെ മാനേജ്മെൻറ്റോട് ഞാൻ പറഞ്ഞു ഇത് ശരിയല്ല. കാരണം എനിക്ക് ഞാൻ പറഞ്ഞത് അനുസരിക്കണമെന്നില്ല, കാരണം ഞാൻ ആരാന്നുള്ള ചോദ്യം വരും. പക്ഷേ ഞാൻ പറഞ്ഞത് ശരിയല്ല. കാരണം മറ്റൊരാൾ കാണുന്നത് അതിനെ ബഹുമാനിക്കും കുട്ടികളെ പഠിപ്പിക്കണം. അപ്പോൾ ആദ്യം തിയേറ്ററിലൊക്കെ നമ്മൾ സിനിമ കാണുമ്പോൾ ജനഗണ ഉണ്ടാകുമ്പോൾ എല്ലാം കുറേ ആൾ ഇരുന്നിട്ട് ഉണ്ടാവും, ചില നിന്നിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഇന്ത്യനോടുള്ള സ്നേഹം നമ്മൾ കാണിക്കുമ്പോൾ, ആ ഉശിര് നമ്മൾ കാണിക്കുമ്പോൾ അത് നമുക്ക് തന്നെ അതിൻ്റെ ഗുണം. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കുറച്ച് ചിട്ടകൾ നമ്മൾ സ്കൂളിൽ പ്രാർത്ഥന ചൊല്ലുമ്പോൾ എണീച്ച് നിൽക്കാനും മൗനമായി നിൽക്കേണ്ട കാര്യങ്ങൾ മൗനമായി മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റണം. കുട്ടികൾക്ക് പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഇതും കൂടെ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് എൻ്റെ ഒരു അഭ്യർത്ഥന. പക്ഷേ ഇവിടെ സാധിക്കില്ല. എനിക്കൊന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അതുകൊണ്ട് താങ്ക് യു. എനിക്ക് ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു വേദി പങ്കിടാൻ പറ്റിയതിൽ. താങ്ക് യു. മാസ്റ്ററെയാണ് ആദ്യമായി ആദരിക്കുന്നത്. അദ്ദേഹത്തെ നമ്മൾ ആദരിച്ചു കഴിഞ്ഞു. ഇനി ശ്രീമതി കൗമുദി ടീച്ചറിനെയാണ് നമ്മൾ ആദരിക്കുന്നത്. ഞങ്ങളുടെ എല്ലാ വൈകാരികങ്ങളും മാറ്റിവെച്ച് ഈ ഒരു ചടങ്ങ് ഭംഗിയാക്കാനായി ഇവിടെ എത്തിച്ചേർന്ന ഗുരുനാഥന്മാർ നമ്മുടെ ഈ ചടങ്ങിന് അനുഗ്രഹം നൽകുന്നവരാണ്. തീർച്ചയായും നമ്മുടെ എല്ലാവരുടെയും ആദരവാണ് ഈ ഒരു ചടങ്ങിൽ നമ്മൾ നൽകുന്നത്. ഒരു നിറഞ്ഞ കൈയടി വേണം. ശ്രീമതി കൗമുദി ടീച്ചറിനെ നമ്മൾ ആദരിക്കുന്നു. ഇനി ആദരിക്കാൻ പോകുന്നത് സത്യവതി ടീച്ചറിനെയാണ്. ഗുരുവന്ദനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യവതി ടീച്ചറിനുള്ള ആദരം നമ്മൾ നൽകാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരുടെയും സ്നേഹപരമായ ഒരു കൈയടി ഈ ചടങ്ങിൽ മാറ്റിക്കൊണ്ടും സത്യവതി ടീച്ചറിനെ
ആദരിക്കുന്നതിന് ശേഷം സലീന ടീച്ചർക്കുള്ള ആദരവാണ്. സത്യവതി ടീച്ചർക്കുള്ള ആദരത്തിന് ശേഷം സലീന ടീച്ചർക്കുള്ള ആദരവാണ്. ചെറിയപുരി UP സ്കൂൾ പുതിയ കെട്ടിട ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടത്തുന്ന ഈ ചടങ്ങിൽ ആദരണീയരായ ഗുരുനാഥന്മാരെ വളരെ സ്നേഹത്തോടുകൂടി ആദരിക്കുന്ന ഒരു ചടങ്ങിനാണ് നമ്മളെല്ലാവരും സാക്ഷികളാകുന്നത്. തുടർന്ന് ശ്രീ ചിത്തരഞ്ജൻ മാസ്റ്റർ അദ്ദേഹത്തെയാണ് നമ്മൾ ആദരിക്കുന്നത്. സ്നേഹപരമായ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് ശ്രീമതി R. വിജയലക്ഷ്മി ടീച്ചർ. ശ്രീമതി R. വിജയലക്ഷ്മി ടീച്ചറിനെയാണ് നമ്മൾ ആദരിക്കുന്നത്. R. വിജയലക്ഷ്മി ടീച്ചറിനെ ആദരിക്കുന്നത്. തുടർന്ന് AP വിജയലക്ഷ്മി ടീച്ചറിനെയും ആദരിക്കുന്നത്. ഗുരുവന്ദനം പരിപാടി ഈ ഒരു ചടങ്ങ് തുടരുകയാണ്. R. വിജയലക്ഷ്മി ടീച്ചർക്കുള്ള ആദരം, തുടർന്ന് AP വിജയലക്ഷ്മി ടീച്ചർക്കുള്ള ആദരവാണ്. എല്ലാ അധ്യാപകരും ഇവിടെ എത്തിച്ചേർന്ന് നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ശ്രീ നാരായണൻ മാസ്റ്റർക്കുള്ള ആദരവ് നടത്തുന്നത്. ശ്രീ R. വിജയലക്ഷ്മി ടീച്ചർക്കുള്ള ആദരം, അതിനുശേഷം AP വിജയലക്ഷ്മി ടീച്ചർക്കുള്ള ആദരം. ബാക്കി എല്ലാവരും അല്പം പുറകിലേക്ക് നിന്ന് സഹകരിക്കുന്നതാണ്. ആദരിക്കുന്ന ആളുകൾ അല്ലാത്ത മറ്റുള്ളവർ ഒരല്പം പുറകിലേക്ക് നിന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചടങ്ങുകൾ വ്യക്തമായി കാണാൻ സാധിക്കും. ഒരല്പം പുറകിലേക്ക് നിന്ന് സഹകരിക്കുന്നതാണ്. R. വിജയലക്ഷ്മി പോകുന്നത്. അതിനുശേഷം ശ്രീനാരായണൻ മാസ്റ്ററുള്ള ആദരം. സ്നേഹത്തിന്റെ ഒരു കൈയും ഈ ചടങ്ങിനെ മാറ്റിവിട്ടും ശ്രീമതി ജയശ്രീ ടീച്ചർക്കുള്ള ആദരവാണ് അടുത്തത്. ശ്രീമതി ജയശ്രീ ടീച്ചർക്കുള്ള ആദരവാണ് അടുത്തത്. അതിനുശേഷം ശ്രീമതി സുമിനി ടീച്ചർക്കുള്ള ആദരവാണ്. ശ്രീമതി ജയശ്രീ ടീച്ചർക്കുള്ള ആദരത്തിനെ തുടർന്ന് ശ്രീമതി സുമിനി ടീച്ചർക്കുള്ള ആദരമാണ്. അതിനുശേഷം ശ്രീ ബാലകൃഷ്ണൻ മാസ്റ്റർ ആൻഡ് ശ്രീമതി മനോരമ ബാലകൃഷ്ണൻ ഇരുവർക്കുമുള്ള ആദരവാണ്. നൂതനം നാട്യഗൃഹം എന്ന പേര് അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല. കലയുടെ കുടുംബ സിനിമകളിൽ വിരാജിച്ചുകൊണ്ടിരിക്കുന്ന ബാലകൃഷ്ണൻ മാസ്റ്ററും ശ്രീമതി മനോരമ ബാലകൃഷ്ണൻ മാഡവും ഇവരെല്ലാവർക്കും സുപരിചിതരാണ്. സ്കൂൾ കലാരംഗത്തുള്ള വിദ്യാർത്ഥികളെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ കലാരംഗത്ത് പ്രാവീണ്യരാക്കിയ ഇരുവരെയും സ്നേഹത്തോടുകൂടി ആദരിക്കാൻ കിട്ടിയ അവസരമാണിത്. അവരെ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച് കലാരംഗത്ത് വളരെ മികച്ച രീതിയിൽ പ്രാവീണ്യരാക്കിയിട്ടുണ്ട്. അവർക്ക് നിരവധി പുരസ്കാരങ്ങളും ശ്രീ ഗുരുനാഥൻ മാസ്റ്ററെയും ആദരിക്കും. ശൈലജ ടീച്ചർക്കുള്ള ആദരം, അതിനുശേഷം സീന ടീച്ചറെ നമ്മൾ ആദരിക്കും. അതിനുശേഷം ശ്രീ ദിവാകരൻ മാസ്റ്ററെ നമ്മൾ ആദരിക്കും. ശൈലജ ടീച്ചർക്കുള്ള ആദരം, ശ്രീമതി സീന ടീച്ചർക്കുള്ള ആദരം, ശ്രീ ദിവാകരൻ മാസ്റ്റർക്കുള്ള ആദരം. ഗുരുവന്ദനം പരിപാടിയിൽ അവസാനമായി ശ്രീ ദിവാകരൻ മാസ്റ്ററെയാണ് നമ്മൾ ആദരിക്കുന്നത്. ഈ ചടങ്ങിന് അനിവാര്യമാണ്. നമ്മുടെ പ്രിയങ്കരായ ഗുരുനാഥന്മാരെ ആദരിക്കാൻ കിട്ടിയ ഈ അവസരം നമ്മൾ പല രീതിയിൽ ഉപയോഗിച്ചു. എല്ലാവരും വളരെ ആത്മാർത്ഥമായ രീതിയിലുള്ള ഒരു കയ്യടി നൽകണം. നമ്മുടെ പ്രിയപ്പെട്ട ഹരിത കർമ്മസേനാംഗങ്ങളാണ് പ്രീസ കെ, റീജ കെ, ഇരുവരെയും സുനിഷ നമ്മുടെ പ്രിയങ്കരിയായ കൗൺസിലർ കണ്ണൂർ കോർപ്പറേഷൻ ആദരിക്കുന്ന പ്രധാനമായ ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു നിറഞ്ഞ കയ്യടി ഈ അവസരത്തിൽ ഇവർക്കായി നമുക്ക് നൽകാം. താങ്ക് യു. അടുത്തത് ശ്രീ ശശീന്ദ്രൻ. ശ്രീ ശശീന്ദ്രൻ കാര്യങ്ങൾ ചെയ്ത ആരാധ്യനായ മുൻ PTA പ്രസിഡന്റുമാരെ ഈ അവസരത്തിൽ നമ്മൾ ആദരിക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരിയായ കൗൺസിലർ ബേബി മാഡത്തിൽ നിന്നും ആദരം ഏറ്റുവാങ്ങുന്നു. അടുത്തത് ശ്രീ സജിത്ത്, ശ്രീ അനീഷ്. എല്ലാവർക്കുമുള്ള സ്നേഹാദരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുൻ PTA പ്രസിഡന്റുമാർക്കുള്ള സ്നേഹ ആദരവാണ് ഈ ചടങ്ങിൽ വെച്ച് നടക്കുന്നത്. ശ്രീ സജിത്ത് ആൻഡ് ശ്രീ അനീഷ്. നിങ്ങളെല്ലാവരുടെയും ഒരു നിറഞ്ഞ കയ്യടി ഈ ചടങ്ങിൽ മാറ്റിയേക്കും.
കണ്ണൂർ കോർപ്പറേഷൻ ശ്രീ CK വിനോദ്. ബിൽഡിംഗ് കോൺട്രാക്ടർക്കുള്ള ആദരമാണ് ഈ ഇവിടെ ആദരം ഏറ്റുവാങ്ങുന്നത്. ശ്രീ വാസവൻ പയ്യട്ടം, ശ്രീ രാജീവ് പണിക്കുന്നത്. ശ്രീ വെള്ളോറ രാജ്യത്ത് നിന്നും ഉപഹാരം ഏറ്റുവാങ്ങുന്ന കാഴ്ച നമ്മൾ കാണുന്നു. സ്കൂളിന് വേണ്ടി ചുവർ ചിത്രങ്ങൾ തയ്യാറാക്കിയ ആർട്ടിസ്റ്റുമാരെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ രാജീവ് പണിക്കുമാണ് നമ്മൾ ആദരിച്ചത്.